പാതിര വരെ നീണ്ട വോട്ടെടുപ്പിൽ എങ്ങനെയാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത്? രാത്രി 12 മണിവരെ നീണ്ട വോട്ടെടുപ്പാണ് വടകരയിലുണ്ടായത്. എന്നിട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികളെ വളരെയേറെ ഞെട്ടിച്ചിരിക്കുകയാണ്. കുറ്റ്യാടി മണ്ഡലത്തിലെ 141 നമ്പർ ബൂത്തിൽ അവസാനത്തെ ആൾ വോട്ട് ചെയ്യുമ്പോൾ രാത്രി 11:43 കഴിഞ്ഞിരുന്നു. വോട്ടെടുപ്പ് വൈകിയതിനെ തുടർന്ന് പലയിടത്തും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വോട്ടർമാരും തമ്മിൽ തർക്കം വരെയുണ്ടായി. നാദാപുരത്ത് വോട്ടർമാരെ നിയന്ത്രിക്കാൻ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു. പലയിടങ്ങളിലും യന്ത്രത്തകരാർ കാരണം പോളിംഗ് തുടങ്ങാൻ വൈകിയതും ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവുമൊക്കെ മെല്ലെ പോക്കിന് കാരണമായി. വടകര മണ്ഡലത്തിൽ ഓപ്പൺ വോട്ട് ചെയ്യിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപക പരാതികൾ ഉയർന്നതും പോളിംഗ് വൈകിപ്പിച്ചു. പോളിംഗ് വൈകിപ്പിച്ചതിന് പിന്നിൽ വൻ ഗൂഢാലോചന ഉണ്ട് എന്നാണ് UDF ആരോപിക്കുന്നത്. ഓപ്പൺ വോട്ട് മുൻകാലങ്ങളെക്കാൾ അധികമായി അനുവദിച്ചാണ് വോട്ടെടുപ്പ് നീണ്ടുപോകാൻ കാരണം എന്ന് വോട്ടർമാർ പരാതിപ്പെട്ടു. മുമ്പത്തേക്കാൾ പോളിംഗ് കുറഞ്ഞിട്ടും 2024 സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമായി വടകര മാറി എന്നത് കൗതുകകരവുമാണ്. വടകരയിലെ പ്രചാരണ ചൂട് കണ്ടാൽ ഇത്തവണ 80% മുകളിൽ പോളിംഗ് അനായാസം രേഖപ്പെടുത്തേണ്ടിയിരുന്നു. വടകരയിൽ 2004 75.83, 2009 80.40%, 2014 81.37%, 2019 82.67% പോളിംഗ് രേഖപ്പെടുത്തിയ വടകര 85% വോട്ടിംഗിലേക്ക് എത്തുമെന്നാണ് ഇത്തവണ കരുതിയിരുന്നത്. എന്നാൽ 2024 വെറും 77.6% വോട്ടർമാർ മാത്രമേ വടകര ലോക്സഭാ മണ്ഡലത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുള്ളൂ. സംസ്ഥാനത്ത് പൊതുവെയുണ്ടായ പോളിംഗ് ഇടിവാണോ ഇക്കുറി വടകരയിലെ ആവേശ പ്രചാരണത്തിനിടയിലും സംഭവിച്ചത് എന്ന ചോദ്യം സജീവമാകുകയാണ്. എന്നാൽ തങ്ങളുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്തിട്ടുണ്ട് എന്നാണ് CPM പറയുന്നത്. പോളിംഗ് കുറയുന്നത് UDFനെയാണ് ബാധിക്കുക എന്നാണ് അവർ പറഞ്ഞുവെക്കുന്നത്. എന്നാൽ ഇടതുഭരണത്തോടുള്ള അതൃപ്തി കാരണം അവരുടെ വോട്ടുകളാണ് പോൾ ചെയ്യപ്പെടാതെ പോയത് എന്നാണ് UDFന്റെ വാദം.